ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ കർണനെ ബേസ് ചെയ്ത് എഴുതിയ ഒരു തിരക്കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. തിരക്കഥ എന്നതിന് പുറമെ ഒരു സാധാരണക്കാരനും കേട്ടാൽ ഒരു കഥ പോലെ ആസ്വദിക്കാൻ കഴിയണം എന്നൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം തിരക്കഥയിലേക്ക് പോകാം. എക്സ്റ്റീരിയർ ഷോട്ടാണ്. അപ്പോൾ പുറം, കാട്, പകൽ. ഒരു കാട്ടിൽ പകൽ നടക്കുന്ന ഒരു ദൃശ്യമാണ് കാണിക്കുന്നത്. എക്സ്റ്റീരിയർ ഷോട്ടാണ്. ഓക്കെ. ആകാശം മുട്ട ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ തിങ്ങി നിൽക്കുന്ന കൊടുങ്കാട്. ഉള്ളിൽ ഒരു യോദ്ധാവ് കുതിരപ്പുറത്ത് മെല്ലെ നീങ്ങുന്നു. മുഖം ഒരു തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതായത് മുഖം കാണാൻ പറ്റുന്നില്ല, മുഖം വ്യക്തമല്ല. മരച്ചില്ലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യവെളിച്ചത്തിൽ ആ യോദ്ധാവിൻ്റെ പടച്ചട്ട തിളങ്ങി. ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചതും കുതിര പെട്ടെന്ന് നിശ്ചലമായി. ആ യോദ്ധാവും പ്രതിമ പോലെ നിശ്ചലനായി നിന്നു. വലതുവശത്തെ പാറക്കൂട്ടത്തിലേക്ക് ചെവി കൂർപ്പിച്ചു. തൊട്ടടുത്ത നിമിഷം പാറക്കൂട്ടത്തിനിടയിൽ നിന്നും തനിക്കു നേരെ വന്ന ഒരമ്പ് അയാൾ പുഷ്പം പോലെ കൈകൊണ്ട് പിടിച്ചു. അമ്പിൻ്റെ മുന യോദ്ധാവിൻ്റെ കണ്ണിന് ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ആ കണ്ണുകളിലെ സൂര്യ തേജസ് കണ്ട് അമ്പും ഭയന്നിരിക്കണം. അയാൾ ആ അമ്പ് വട്ടമൊടിച്ചു. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരുപാട് ശത്രുക്കൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആലോചിച്ചു നിൽക്കാതെ മിന്നൽ വേഗത്തിൽ ആ യോദ്ധാവ് കുതിരയുമായി അവിടെ നിന്നും പാഞ്ഞു. പുറകിൽ കുതിരക്കുളമ്പടികളുടെ ശബ്ദം കേൾക്കാം. മുന്നോട്ട് പോയി കുറച്ചെത്തിയപ്പോൾ മുന്നിലൊരു നദി കണ്ടു. സരസ്വതി നദി. പാതി വറ്റിയ നദിക്ക് കുറുകെ കുതിര കുതിച്ചു ചാടി. മുകളിൽ സൂര്യനെല്ലാം കണ്ടുകൊണ്ടെന്ന പോലെ ജ്വലിച്ചു നിൽക്കുന്നു. എന്നാൽ നദി കടന്നതും പിന്നിൽ നിന്നും ഏതോ ശത്രു ഏതോ ഒരമ്പ് യോദ്ധാവിൻ്റെ കുതിരയുടെ ദേഹത്ത് തറച്ചു. കുതിര മറിഞ്ഞു വീണു. തെറിച്ച് നിലത്ത് വീണെങ്കിലും യോദ്ധാവ് ചാടി എണീറ്റ് കുതിരയുടെ അടുത്തേക്ക് ചെന്നു. രക്തം വാർന്നുകൊണ്ട് എണീക്കാനാകാതെ കുതിര കിടക്കുകയാണ്. യോദ്ധാവിൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ മുഖമുയർത്തി നോക്കി. നദിയുടെ അപ്പുറത്ത് 8 ചാവേറുകൾ നിരന്നു നിൽക്കുന്നു. അവർ യോദ്ധാവിനെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുകയാണ്. അവർ കുതിരയുമായി നദി കടന്ന് യോദ്ധാവിനടുത്തേക്ക് മെല്ലെ വന്നു. കുതിരകളുടെ മുട്ടൊപ്പമേ വെള്ളമുള്ളൂ. യോദ്ധാവ് അത് ശ്രദ്ധിക്കാതെ തൻ്റെ കുതിരയെ തലോടി. ഇനി എണീക്കാനാകില്ലെന്ന നിസ്സഹായത കുതിരയുടെ കണ്ണിലുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ ചാവേറുകൾ യോദ്ധാവിനെ വളഞ്ഞു. അവർ യോദ്ധാവിന് ചുറ്റും വലം വെച്ചു. അപ്പോൾ കൂട്ടത്തിലൊരു ചാവേറ് പരിഹാസത്തോടെ, ഇവൻ്റെ തല വെട്ടിയെടുത്തിട്ട് വേണം ഒന്ന് ആഘോഷിക്കാൻ. അപ്പോൾ മറ്റൊരു ചാവേർ, അതെ അതെ, ഹസ്തിനപുരത്ത് തന്നെ ആക്കാം ആഘോഷം. മദ്യത്തിനും മദിരാക്ഷിക്കും പഞ്ഞമില്ലാത്ത നാടാണ്. അപ്പോൾ മറ്റൊരാൾ, എങ്കിൽ എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? സൂതപുത്രനെ വധിക്കാൻ ഇത് തന്നെ പറ്റിയ സ്ഥലം. അരിഞ്ഞെടുക്ക് ഇവൻ്റെ ഈ തല. അത് കേൾക്കേണ്ട താമസം കൂട്ടാളികളിൽ ഒരുവൻ അമിതമായ ആത്മവിശ്വാസത്തിൽ ഒന്നലറി. ഈ പീറ ചെറുക്കൻ ഒരു എതിരാളിയെ അല്ലെന്ന മട്ടിൽ അയാൾ കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി യോദ്ധാവിനെ ആഞ്ഞുവെട്ടി. യോദ്ധാവ് തൻ്റെ കുതിരയുടെ നേർക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത നിമിഷം വാൾത്തലയിൽ തട്ടി പ്രതിഫലിച്ച സൂര്യരശ്മി കണ്ണിലടിച്ചപ്പോൾ കൂട്ടത്തിലെ നേതാവായ ചാവേർ കണ്ണു തിരുമ്മി മുഖം വെട്ടിച്ചു. കൂടെയുള്ള കൂട്ടാളികളുടെ എല്ലാം മുഖത്ത് ചിരി നിലച്ചു. കൂട്ടാളി കണ്ണു തിരുമ്മി അവിടേക്ക് നോക്കി. യോദ്ധാവിനെ വെട്ടാൻ വാളോങ്ങിയ ചാവേർ അവിടെ തലയില്ലാതെ നിൽക്കുകയാണ്. യോദ്ധാവാകട്ടെ അവൻ്റെ രക്തമൊലിക്കുന്ന വാളും പിടിച്ചു നിൽക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തലയില്ലാത്ത ശരീരം മറിഞ്ഞു വീണു. തുടർന്ന് വീശിയ ചെറിയൊരു കാറ്റിൽ യോദ്ധാവിൻ്റെ മുഖം മറച്ച തുണി മുഖത്തുനിന്ന് മാറി. തെല്ലും ഭയമില്ലാതെ സൂര്യൻ്റെ പ്രഭയോടെ ജ്വലിക്കുന്ന ആ മുഖം അവർ കണ്ടു. അത് കർണനാണ്. മറ്റൊരു ചാവേർ കർണനെ വെട്ടാനോങ്ങിയതും കർണൻ അവനെ എടുത്തെറിഞ്ഞു. എന്നിട്ട് കർണൻ പറയുകയാണ്, നിങ്ങളോട് ആരോടും എനിക്കൊരു ശത്രുതയുമില്ല. പക്ഷേ എനിക്ക് നേരെ ആയുധമോങ്ങിയാൽ നിങ്ങളെ മിത്രമായി കാണാനും എനിക്ക് കഴിയില്ല. അത് കേട്ട് യോദ്ധാവ് ബാക്കിയുള്ളവർക്ക് എന്തോ ആംഗ്യഭാഷയിൽ സൂചന കൊടുത്തു. അവരെല്ലാവരും കുതിരപ്പുറത്തു നിന്നിറങ്ങി. എല്ലാവരും ഒരേ രീതിയിൽ ഒരേ സമയം ആയുധമെടുത്തൊരുങ്ങി. കർണൻ അത് കണ്ട് വാളുറയിൽ വെച്ചു. അത് കണ്ട് നേതാവ് ചിരിക്കുകയാണ്. കീഴടങ്ങിയാണോ?
തൊട്ടടുത്ത നിമിഷം കർണൻ അരയിൽ ചുറ്റിയിരിക്കുന്ന ചീറിപ്പുളയുന്ന ഉറുമി അഴിച്ചെടുത്ത് വീശി. അല്ല, പൊടുന്നനെ മിന്നൽ വേഗത്തിൽ കർണൻ അവരെ ആക്രമിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നതിന് മുൻപേ ചാവേറുകളുടെ തലകളും കൈകാലുകളും തെറിച്ചു വീണു. മുൻപ് കർണൻ ദൂരേക്കെറിഞ്ഞ ചാവേർ നിലത്തുനിന്ന് മുട്ടുകുത്തി എണീറ്റിരുന്ന് നോക്കിയപ്പോൾ കൂട്ടാളികളുടെ തലയും കൈകാലുകളുമില്ലാത്ത ശരീരമാണ് കാണുന്നത്. കർണൻ ഉറുമി അത്ഭുതമാം വിധം തിരികെ അരയിൽ ചുറ്റി ചാവേറിനടുത്തേക്ക് വന്നു. അപ്പോൾ ചാവേർ ഭയത്തോടെ, സൂതൻ! തൊട്ടടുത്ത നിമിഷം കർണൻ അരയിൽ നിന്നും വാളൂരി ചാവേറിൻ്റെ കഴുത്തിന് നേർക്ക് വീശി. അവിടെ നിന്ന് കട്ടാകാണ് അടുത്ത ഷോട്ട്, അടുത്ത സീൻ. അടുത്തൊരു കടലിലെ സീനാണ്. ഒരു കപ്പൽ, അതിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട് കാണിക്കുന്നു. അപ്പോൾ പുറം കപ്പൽ, രാത്രിയാണ് നടക്കുന്നത്. ഒരു ഞെട്ടലിൽ നിന്നെന്ന പോലെ കർണൻ കണ്ണു തുറന്നു. വലിയ വലിപ്പമില്ലാത്ത ഒരു ചരക്ക് കപ്പലിലാണ് അവൻ. മറ്റാരും തന്നെ ആ കപ്പലിലില്ല. മുകളിൽ തനിക്ക് നേരെ നോക്കി നിൽക്കുന്ന 1000 നക്ഷത്രങ്ങളെ കാണാം. കർണൻ എണീറ്റിരുന്നു. മുഖത്ത് വിഷാദവും വിഷമവുമാണ്. അവിടുന്ന് വീണ്ടും കട്ടാവാണ്. അതേ കപ്പൽ തന്നെ പിറ്റേ ദിവസം രാവിലത്തെ ഷോട്ടാണ്. അപ്പോൾ എക്സ്റ്റീരിയർ ഷോട്ടും ഇൻറ്റീരിയർ ഷോട്ടും വരുന്നുണ്ട്. അകം ഓർ പുറം കപ്പൽ രാവിലെ. സൂര്യൻ ഉദിച്ചു വന്നിരുന്നു. കപ്പലിനുള്ളിൽ കർണൻ ഉറുമി ആരും കാണാതെ അരയിൽ ചുറ്റി ഒളിപ്പിക്കുകയാണ്. അപ്പോൾ ഹെർമൻ എന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം കേൾക്കുകയാണ്. ഹേ കർണ, അത് കണ്ടോ? കപ്പലിൻ്റെ മുൻഭാഗത്ത് നിന്നുമാണ് ആ ശബ്ദം. കർണൻ പടച്ചട്ടയ്ക്ക് മുകളിൽ അത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാധാരണ വസ്ത്രം അണിഞ്ഞു. ശേഷം മുൻഭാഗത്തേക്ക് ചെന്നു. അവിടെ ഹെർമൻ നിൽക്കുന്നുണ്ട്. അയാളുടേതാണ് കപ്പൽ. അത്യാവശ്യം പ്രായമുള്ള ആളാണ് അയാൾ. കർണൻ അയാൾ നോക്കുന്നിടത്തേക്ക് നോക്കി. കപ്പൽ തീരം അടുക്കാറായിരിക്കുന്നു. ചെറിയൊരു പട്ടണമാണ് മുന്നിൽ, ദ്വാരക. അവിടെ ദൂരെയായി ഒരു സ്വർണ്ണക്കൊട്ടാരം തലയുയർത്തി നിൽക്കുന്നു. കർണൻ അത് നോക്കി നിന്നു. മുഖത്ത് ഒരു പ്രസാദം വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഹെർമൻ, പരിഹാസങ്ങളോ കുത്തുവാക്കുകളോ കേൾക്കാതെ നിനക്കവിടെ അഭിമാനത്തോടെ കഴിയാം. എന്നാൽ താൻ അതല്ല ആഗ്രഹിക്കുന്നത് എന്ന മട്ടിൽ കർണൻ പുഞ്ചിരിച്ച ശേഷം കയ്യിലുള്ള കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഹെർമന് നീട്ടി. എന്നാൽ ഹെർമൻ തടഞ്ഞു. വേണ്ട, നിന്നോട് പണം വാങ്ങാനോ? എൻ്റെ മാതൃരാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണത്. അത് കേട്ട് കർണൻ അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കപ്പൽ തീരത്ത് നങ്കൂരമിട്ടു. കർണൻ കപ്പലിൽ നിന്നിറങ്ങി മണ്ണിൽ തൊഴുതു. ആളുകൾ ഒരു വിദേശിയെ നോക്കുന്നത് പോലെ അവനെ നോക്കുന്നുണ്ട്. കർണൻ സംശയമൊന്നും തോന്നിക്കാത്ത രീതിയിൽ മുന്നോട്ട് നടന്നു. അടുത്ത് പ്രധാന കവാടമാണ്. കുറച്ച് സമയത്തിന് ശേഷം പ്രധാന കവാടത്തിൽ ഒരുപാട് പടയാളികൾ ആയുധം പിടിച്ച് കാവൽ നിൽക്കുന്നുണ്ട്. കവാടത്തിന് തൊട്ടു ചേർന്നുള്ള സുരക്ഷാ കാര്യാലയത്തിനടുത്തേക്ക് കർണൻ ചെന്നു. അകത്ത് പുഷ്പദത്തൻ എന്നൊരു പ്രധാന ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ട്. പുഷ്പദത്തൻ ആരാ? അത് കേട്ട് കർണൻ ഒന്ന് ആലോചിച്ച ശേഷം, എനിക്കൊരു എഴുത്തോല വേണം. അത് കേട്ട് പുഷ്പദത്തൻ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഓലകളിൽ നിന്ന് ഒരെണ്ണം കർണന് നീട്ടി. കർണൻ അതിലെന്തോ എഴുതി. ശേഷം ഓല ദത്തന് നീട്ടി. ദത്തൻ അത് വാങ്ങി നോക്കുന്നു. അതിൽ വസുശേഷ കർണൻ എന്നെഴുതിയിരിക്കുന്നു. എന്നിട്ട് കർണൻ പറയാണ്, ദയവായി അങ്ങീ എഴുത്തോല യാദവ മുഖ്യൻ ബലരാമസ്വാമിയുടെ കൈവശം ഏൽപ്പിക്കണം. അപേക്ഷയാണ്. അത് കേട്ട് ദത്തൻ ചിരിക്കുന്നു. അങ്ങനെ വഴിപോക്കർ വെച്ച് നീട്ടുന്ന എഴുത്തോലയൊന്നും ബലരാമസ്വാമിയുടെ കൈവശം ഏൽപ്പിക്കാൻ കഴിയില്ല. പറഞ്ഞു തീർക്കേണ്ട താമസം കർണൻ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ മേശപ്പുറത്ത് കുടഞ്ഞിട്ടു. ദത്തൻ സ്വർണ്ണ നാണയങ്ങളിലേക്ക് നോക്കി. പ്രധാന കവാടം. ഏതാനും സമയത്തിന് ശേഷം എക്സ്റ്റീരിയർ ഷോട്ട് തന്നെയാണ്. പുഷ്പദത്തൻ കവാടം തുറന്നു. കർണനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു പടയാളി നിൽക്കുന്നുണ്ട്. കർണൻ അയാൾക്കൊപ്പം ഉള്ളിലേക്ക് നടന്നു, അകത്തേക്ക് നടന്നു. അടുത്തത് എക്സ്റ്റീരിയർ പ്ലസ് ഇൻറ്റീരിയർ ഷോട്ടാണ്. ബലരാമൻ്റെ അറ, അതായത് ബലരാമൻ്റെ മുറി. പടയാളി ബലരാമൻ്റെ അറയുടെ മുന്നിൽ വന്ന് നിന്നു. മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലാൻ ആംഗ്യം കാണിച്ചു. അധികം ആലോചിച്ചു നിൽക്കാതെ കർണൻ നെഞ്ചിടിപ്പോടെ വിറയ്ക്കുന്ന പാദത്തോടെ അകത്തേക്ക് കയറി. വിസ്താരമുള്ള മുറിയാണ്. അവിടെ മേശയുടെ മുകളിൽ കുന്നുകൂടി കിടക്കുന്ന എഴുത്തോലകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബലരാമൻ.
ഒരാഭരണം പോലുമില്ലാതെ ലളിതം. ബലരാമൻ മുഖമുയർത്തി നോക്കി. കർണനെ കണ്ടതും മുഖം തെളിഞ്ഞു. ബലരാമൻ: കർണ, നീ ആകെ മാറിയല്ലോ. ബലരാമൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കർണനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ പ്രതീക്ഷിച്ചത് മറ്റെന്തോ ആണെന്ന മട്ടിൽ കർണൻ ഒരേ നിൽപ്പ് നിന്നു. ബലരാമൻ: നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കർണ. കർണൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ബലരാമൻ: രൂപം എത്ര മാറിയാലും നിന്റെ മുഖത്തും കണ്ണുകളിലും ആ 16കാരൻ്റെ മുഖത്തെ അതേ നന്മയുടെ പ്രകാശം അണയാതെയുണ്ട്. കർണൻ പുഞ്ചിരിച്ചു. അപ്പോൾ ബലരാമൻ: ദക്ഷിണപഥത്തിലെ പരിശീലനത്തോടെ നിന്നിലെ നന്മയെല്ലാം കൈമോശം വന്നിരിക്കുമെന്ന് കരുതി, സ്വാർത്ഥനായി മാറിയിരിക്കുമെന്ന് കരുതി. പക്ഷേ എനിക്ക് തെറ്റി. ബലരാമൻ്റെ ശ്രദ്ധ കർണൻ്റെ ദേഹത്തെ പടച്ചട്ടയിലേക്ക് തിരിഞ്ഞു. ബലരാമൻ അതിലൂടെ മെല്ലെ കൈയോടിച്ചു. കൊള്ളാം, അതിമനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ പടച്ചട്ട നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. കർണൻ ഒന്നും പറയാതെ നിറകണ്ണുകളോടെ നിൽക്കുകയാണ്. നിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ കൊതിയാകുന്നു, എന്തെങ്കിലും ഒന്ന് പറ. അത് കേട്ട് കർണൻ ഇടർന്ന ശബ്ദത്തോടെ: സ്വാമി, ഞാനൊരു പിടികിട്ടാപ്പുള്ളിയാണ്, ഒളിവിൽ കഴിയുന്ന കുറ്റവാളിയാണ്. ബലരാമൻ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ കേട്ടു നിന്നു. കർണൻ: അവരെന്നെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ഗുരു പരശുരാമനെ ചതിച്ചവൻ്റെ തല കൊയ്യുകയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ബലരാമൻ: പരശുരാമൻ ഇപ്പോഴും അബോധാവസ്ഥയിലാണെന്ന് ഗുപ്തചരന്മാർ അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ നിനക്കെന്തെങ്കിലും സംഭവിച്ചിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. അപ്പോൾ കർണൻ: അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാനല്ല, അങ്ങനെ വിശ്വസിക്കണം. ബലരാമൻ: എനിക്ക് നിന്നെ വിശ്വാസമാണ് കർണ. നീ ഇവിടെ എനിക്കൊപ്പം കഴിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ. അത് കേട്ട് കർണൻ്റെ മുഖം വാടി. ബലരാമൻ: ആഭ്യന്തര കലാപത്തിൻ്റെ പിരിമുറുക്കത്തിലാണ് ഞാനിപ്പോൾ. പരസ്പരം കലഹിച്ച് യാദവകുലം ഒടുങ്ങുമോ എന്ന ഭയത്തിലാണ് ഞാൻ. അപ്പോൾ കർണൻ നിരാശയോടെ തലകുനിച്ചു. അപ്പോൾ ബലരാമൻ: പക്ഷേ നീ വിഷമിക്കേണ്ട കർണ, നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അപ്പോൾ കർണൻ: എന്നെ സഹായിക്കാൻ ഈ ലോകത്ത് ആരും തന്നെ മുതിരില്ല സ്വാമി. നിരാശയോടെയാണ് അവനത് പറഞ്ഞത്. അപ്പോൾ ബലരാമൻ: അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. പക്ഷേ അങ്ങനെ ഒരു സഹായം കിട്ടണമെങ്കിൽ നീ ഒട്ടും വൈകാതെ ഹസ്തിനപുരത്തേക്ക് പുറപ്പെടണം. അത് കേട്ട് കർണൻ മുഖമുയർത്തി. ഹസ്തിനപുരത്തേക്കോ? അവിടെ ആരാണ് എന്നെ സഹായിക്കാൻ? അപ്പോൾ ബലരാമൻ: അവിടെ ഭീഷ്മരുടെ കർശന നിയന്ത്രണത്തിൽ സ്ഥിതിഗതികൾ ഭേദമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ആയുധ പരീക്ഷ 1 മാസത്തിനകം അവസാനിക്കും. അതിനുശേഷം സ്വതന്ത്രമായി രാജ്യകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. കർണൻ ആ പേര് കേൾക്കാൻ ശ്രദ്ധയോടെ അക്ഷമനായി നിന്നു. അപ്പോൾ ബലരാമൻ ആ പേര് പറയുന്നു: ദുര്യോധനൻ. അപ്പോൾ ഒരു യോദ്ധാവ് അയാളുടെ കയ്യിലെ ഇരുമ്പ് ഗദ അന്തരീക്ഷത്തിൽ ചുഴറ്റുന്ന ദൃശ്യം കാണിക്കുന്നു. അവിടെ ചുഴലിക്കാറ്റ് പോലെ രൂപപ്പെട്ടു. ശേഷം ഗദ സർവ്വശക്തിയും ഉപയോഗിച്ച് നിലത്താഞ്ഞടിക്കുമ്പോൾ നിലം വിറയ്ക്കുന്നു. ദൂരെ എവിടെയോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു. ആ പേര് കേട്ട് കർണൻ ചിന്താകുലനായി. പെട്ടെന്നൊരാളുടെ ശബ്ദം: ജ്യേഷ്ഠ. ആ ശബ്ദം കേട്ടതും കർണൻ നടുങ്ങി. 8 വർഷങ്ങൾക്കിപ്പുറം കേൾക്കുന്ന ശബ്ദം. നെഞ്ചിനെ കിടിലം കൊള്ളിച്ച സ്വരം. ശത്രുവിൻ്റെ സ്വരം. അപ്പോൾ ബലരാമൻ പറയുന്നു: അകത്തേക്ക് വന്നുകൊള്ളൂ കൃഷ്ണ. ആ പേര് കേട്ട് കർണൻ്റെ കൃഷ്ണമണി വികസിച്ചു. അവൻ മുഖം തിരിച്ച് വാതിലിനടുത്തേക്ക് നോക്കി. അകത്തേക്ക് ഒരാൾ കാലെടുത്ത് വെച്ച് കടന്നു വരുന്നു. വർണ്ണാതീതമായ സൗന്ദര്യം. ബലരാമൻ ലാളിത്യമാണെങ്കിൽ ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ. ചുരുണ്ടു തിങ്ങിയ മുടിക്ക് മീതെ സ്വർണ്ണ കിരീടം, കഴുത്തിലും കൈകളിലും ആഭരണങ്ങൾ. ഓരോ പാദമെടുത്ത് വയ്ക്കുമ്പോഴും അരമണിയുടെയും കാൽത്തളയുടെയും ശബ്ദം. മടിക്കുത്തിൽ വേണു. സുഗന്ധപുഷ്പങ്ങളാൽ കൊരുത്ത വനമാല, പീതാംബരം. ആകെ ദൈവീകമായ ചൈതന്യം. കർണൻ ആ കാഴ്ച കണ്ട് കണ്ണ് ചിമ്മാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ അവർക്കടുത്തേക്ക് വന്നു നിന്നു. കർണനെ നോക്കി. എന്നിട്ട് കൃഷ്ണൻ പറയുന്നു: നമസ്കാരം. കർണന് ഒന്നും സംസാരിക്കാൻ നാവനങ്ങിയില്ല. കൃഷ്ണൻ്റെ ചുണ്ടിൽ നേർത്ത കുസൃതിച്ചിരി. കൃഷ്ണൻ:
ഇദ്ദേഹത്തെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതായി ഓർക്കുന്നു ജ്യേഷ്ഠ. അപ്പോൾ ബലരാമൻ: എൻ്റെ സുഹൃത്താണ് കൃഷ്ണ, ഹസ്തിനപുരത്തിലെ വസുശേഷ കർണൻ. കർണൻ എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ: ഓ, ഞാനിപ്പോൾ ഓർക്കുന്നു, ആയോധനകല അഭ്യസിക്കാൻ ദക്ഷിണപഥത്തിലേക്ക് പോയ സൂതൻ. അത് കേട്ട് കർണൻ മുഖം താഴ്ത്തി. അപ്പോൾ ബലരാമൻ: അങ്ങനെ പറയരുത് കൃഷ്ണ, കർണനെ വെല്ലാൻ ഇന്നീ ഭാരതത്തിൽ മറ്റൊരു വില്ലാളിയില്ല. അപ്പോൾ കൃഷ്ണൻ: അങ്ങെന്താണ് ഈ പറയുന്നത് ജ്യേഷ്ഠ? ഇദ്ദേഹം എങ്ങനെ വില്ലാളിയാകും? ആ സ്ഥാനത്തിന് യോഗ്യൻ മറ്റൊരാളല്ലേ, വില്ലാളി വീരൻ, കുന്തിപുത്രൻ, അർജുനൻ. അത് പറയുമ്പോൾ കരുത്തുറ്റ വെള്ളക്കുതിരയുടെ മുകളിൽ ഒരു യോദ്ധാവ് വില്ല് മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന ദൃശ്യം കാണിക്കുന്നു. കുതിര കുതിച്ച് മുകളിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ യോദ്ധാവ് വില്ലിൻ്റെ ചരട് അമ്പില്ലാതെ വലിച്ചു വിടുന്നു. ആ ചരടിൻ്റെ പ്രകമ്പനത്തിൽ അന്തരീക്ഷം നടുങ്ങുന്നു. ദൂരെ മഞ്ഞുമലകൾ വിറയ്ക്കുന്നു. പിന്നാലെ മഞ്ഞുപാളികൾ ഉരുകിയൊലിക്കുന്നു. ആ പേര് കേട്ട് കർണൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കൃഷ്ണൻ തന്നെ പ്രകോപിപ്പിക്കുകയാണെന്ന് കർണൻ അറിയാം. അവൻ പ്രതികരിക്കാതെ പിടിച്ചു നിന്നു. ബലരാമൻ: കൃഷ്ണ, ആക്ഷേപം നിർത്തൂ. അപ്പോൾ കൃഷ്ണൻ: ആക്ഷേപിച്ചതല്ല ജ്യേഷ്ഠ, ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പുറത്തറിഞ്ഞാൽ ദക്ഷിണപഥത്തിലെ വൻ സേന ദ്വാരക ആക്രമിക്കും. അങ്ങ് അത് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ബലരാമൻ: എനിക്കങ്ങനെ തോന്നുന്നില്ല. അവർക്ക് നമ്മുടെ ശക്തിയെപ്പറ്റി ബോധ്യമുണ്ട്. പടുകൂറ്റൻ ചുറ്റുമതിലും കിടങ്ങും വലയം ചെയ്യുന്ന ദ്വാരകയെ അവരാക്രമിക്കില്ല. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ സുഹൃത്തിനെ ആക്ഷേപിക്കരുത്. അപ്പോൾ കൃഷ്ണൻ: അങ്ങേക്ക് അത്ര ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല. ദ്വാരകയിലെ ജനങ്ങൾക്ക് ഇദ്ദേഹം മൂലം അപകടമൊന്നും സംഭവിക്കരുത്, എനിക്കത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കൈകൂപ്പുന്നു. നിങ്ങൾ സംസാരം തുടങ്ങിക്കൊള്ളൂ ജ്യേഷ്ഠ, നമുക്ക് പിന്നീട് സംസാരിക്കാം. കൃഷ്ണൻ കർണനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി. കർണൻ തല കുമ്പിട്ട് നിൽക്കുകയാണ്. ബലരാമൻ കർണൻ്റെ അടുത്തേക്ക് ചെന്നു. ബലരാമൻ: ഇന്നിവിടെ വിശ്രമിക്കേ, ക്ഷീണമകറ്റി നാളെ പുലർച്ചെ യാത്ര തിരിക്കേ, സഹായം തീർച്ചയായും ലഭിക്കും. കർണൻ തലകുലുക്കി. അപ്പോൾ ബലരാമൻ പറയുകയാണ്: പക്ഷേ സൂക്ഷിക്കണം, അപകടം പിന്നാലെ കൂടും, പിടികൊടുക്കരുത്, ചുറ്റും ശത്രുക്കളാണ്. അത് കേട്ട് കർണൻ ചങ്കുറപ്പോടെ നിന്നു. അടുത്ത സീൻ കർണൻ്റെ മുറിയാണ്. കർണന് വിശ്രമിക്കാൻ വേണ്ടി കൊടുത്ത മുറി, അതിൻ്റെ ഇൻറ്റീരിയർ ഷോട്ടാണ്. കർണന് വിശ്രമിക്കാനുള്ള മുറിയിൽ എത്തിച്ച ശേഷം കൂട്ടുവന്ന പടയാളി അവിടെ നിന്നും പോയി. കർണൻ വാതിലടച്ചു. പഴങ്ങളും പാനീയങ്ങളും അവിടെയുണ്ട്. കർണൻ ക്ഷീണത്തോടെ ചെന്ന് മെത്തയിൽ കിടന്നു. കപ്പലിലെ ഉറക്കം ശരിയാവാത്ത ക്ഷീണം മുഖത്തുണ്ട്. കർണൻ മെല്ലെ കണ്ണുകൾ അടച്ചു. അതേ സീൻ തന്നെ, അതേ കർണൻ്റെ മുറി തന്നെ കുറേ സമയത്തിന് ശേഷം. പക്ഷേ ഇപ്പോൾ രാത്രിയായിരിക്കുകയാണ്. ഓക്കെ, ഇൻറ്റീരിയർ ഷോട്ട് തന്നെയാണ്. കൃഷ്ണൻ്റെ വേണുഗാനം കർണനെ ഉറക്കത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു. കർണൻ കണ്ണു തുറന്നു. എന്നാൽ വേണുഗാനം കേൾക്കാൻ കഴിയുന്നില്ല. അത് തോന്നലായിരുന്നോ? സമയം രാത്രിയാണ്. താൻ ഇത്ര സമയം ഉറങ്ങിയെന്ന് കർണന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ എണീറ്റത് എന്തോ ശബ്ദം കേട്ടിട്ടാണ്. കർണൻ ചാടി എണീറ്റു. പുറത്ത് ആരുടെയൊക്കെയോ കാൽപ്പെരുമാറ്റം. ശത്രുക്കൾ ഇവിടെ ഉണ്ടാകുമെന്ന് കർണൻ പ്രതീക്ഷിച്ചു. അവൻ വാളും ആയുധങ്ങളും എടുത്ത് ജാലകത്തിലൂടെ പുറത്തേക്കിറങ്ങി. ഓക്കെ, അടുത്തത് കൊട്ടാരത്തിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ടാണ്. അപ്പോൾ പുറം കൊട്ടാരം, രാത്രി. ഭിത്തിയിലൂടെ ഊർന്നിറങ്ങി മുറ്റത്തെത്തിയ കർണൻ നാലുപാടും കണ്ണു പായിച്ചു. കൊട്ടാരത്തിൻ്റെ കിഴക്കേ കെട്ടിലെ നീളൻ മേൽക്കൂര കുതിരലായം ആണെന്നുറപ്പിച്ചു. കർണൻ ശബ്ദമുണ്ടാക്കാതെ വേഗം അവിടേക്ക് ചെന്നു. കുതിരകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് അവിടെ. കൂട്ടത്തിലെ കരുത്തൻ എന്ന് തോന്നിയ കറുത്ത കുതിരയുടെ അടുത്തേക്ക് ചെന്നതും ഇരുട്ടിൽ നിന്നും ഒരാൾ കർണനു നേരെ വാളുമായി എടുത്തു ചാടി. എന്നാൽ കർണൻ അവനെ നിഷ്പ്രയാസം അടിച്ചു വീഴ്ത്തി. ആയുധമെടുത്ത് മുറിവേൽപ്പിച്ചാൽ ശബ്ദം കേട്ട് കൊട്ടാരം ഉണരും. അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ കർണൻ അവനെ കീഴ്പ്പെടുത്തി. എന്നാൽ കൂടുതൽ ശത്രുക്കൾ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. കർണൻ അവരെയെല്ലാം അടിച്ചു കീഴ്പ്പെടുത്തി. ശേഷം കറുത്ത കുതിരയെ തലോടി ഇണക്കി. കുതിരയും ശബ്ദമുണ്ടാക്കിയില്ല. കർണൻ അവൻ്റെ പുറത്ത് ചാടിക്കയറി. മെല്ലെ ലായത്തിന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും മുന്നിലതാ ബലരാമൻ നിൽക്കുന്നു. അത് കണ്ട് കുതിര നിന്നു.
കർണൻ സ്തംഭിച്ച് എന്ത് പറയണമെന്നറിയാതെ നിന്നു. അപ്പോൾ ബലരാമൻ, നീ ഇവിടെ സുരക്ഷിതനല്ലെന്ന് ഞാൻ പറയാൻ കാരണം ഇതുകൂടിയാണ് കർണ. ഭയപ്പെടേണ്ട. അത് കേട്ട് കർണൻ്റെ മുഖം തെളിഞ്ഞു. അപ്പോൾ ബലരാമൻ, പൊയ്ക്കോളൂ. ഹസ്തിനപുരം നിന്റെ ജാതിയെ അവഗണിച്ച് കഴിവുകളെ അംഗീകരിക്കാൻ പ്രാപ്തമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കൈവിടണ്ട. ഭഗവാൻ മഹാദേവനിൽ വിശ്വാസമർപ്പിക്ക്. ഭാഗ്യം നിന്നെ കൈവിടുമ്പോഴും നീ ധർമ്മത്തെ കൈവിടരുത്. ധർമ്മം തുണയ്ക്കും. അത് കേട്ട് ബലരാമനെ വണങ്ങി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അതാ മുന്നിൽ കൃഷ്ണൻ, കണ്ണഞ്ചിപ്പിക്കുന്ന രൂപം, ചുണ്ടിൽ കുസൃതിച്ചിരി. ബലരാമൻ്റെ മുഖം മാറി. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് ബലരാമനോട്, ജ്യേഷ്ഠൻ്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇത്ര ദൂരെ ഹസ്തിനപുരത്തേക്ക് എത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബലരാമനൊന്നും മിണ്ടിയില്ല. കൃഷ്ണൻ കർണനോട്, സുരക്ഷിതമായി യാത്ര പൂർത്തിയാക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അത് കേട്ട് കർണൻ മറുപടി ഒന്നും പറയാതെ കൃഷ്ണനെ തൊഴുതു. എന്നിട്ട് കർണൻ പറയുകയാണ്, യാത്ര സുരക്ഷിതമായി പൂർത്തിയാക്കാൻ അങ്ങനെ അനുഗ്രഹിക്കണം. അത് കേട്ട് കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. മുന്നിൽ നിന്നും മാറി നിന്നു. ആ ചിരി കർണനെ ഭയപ്പെടുത്തുന്നതായിരുന്നു. കർണൻ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ നിന്നും ദൂരേക്ക് പാഞ്ഞു. ദ്വാരകയുടെ അതിർത്തി കടന്ന് ഗതി മാറ്റി കൊടും വനത്തിലേക്ക് കുതിര പാഞ്ഞു. ഇതേ സമയം വഴിയിൽ എവിടെയോ പതിയിരുന്ന ഒരു ചാവേർ കയ്യിലെ ചെറിയ എഴുത്തോലയിൽ എന്തോ കുറിച്ചു. അതൊരു പരുന്തിൻ്റെ കാലിൽ കെട്ടിവെച്ച് പറത്തിവിട്ടു. പരുന്ത് എവിടെയോ ലക്ഷ്യം വെച്ച് ദൂരേക്ക് പറന്നു. ശേഷം കാട്. തുടർച്ച. പകൽ. ആദ്യത്തെ ആ പകൽ സിനിമ തുടങ്ങി സ്ക്രിപ്റ്റ് തുടങ്ങിയപ്പോഴുള്ള ആ കാട്ടിലെ സീനാണ്. കുതിരയ്ക്ക് അമ്പേറ്റ് ബാക്കിയുള്ള ചാവേറുകളുടെ കഴുത്ത് വെട്ടിയ സീനിൻ്റെ തുടർച്ചയാണ് ഇനി. പകൽ തന്നെയാണ്. അപ്പോൾ എക്സ്റ്റീരിയർ, പുറം, കാട്, തുടർച്ച. പകൽ. കുതിരയുടെ ശ്വാസമെടുപ്പ് നിലച്ചിരുന്നു. കർണൻ മരക്കമ്പുകൾ ശേഖരിച്ച് കുതിരയുടെ മേൽ അടുക്കി വെച്ചു. പന്തം കത്തിച്ചു പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം കർണൻ ചിതയ്ക്ക് തീ കൊളുത്തി. അടുത്ത ഷോട്ട് ഹസ്തിനപുരത്തിലെയാണ്. ഹസ്തിനപുരത്തിലെ മറ്റൊരു പകൽ, മറ്റൊരു ദിവസം. എക്സ്റ്റീരിയർ ഷോട്ടാണ്. വൃത്താകൃതിയിലുള്ള പടുകൂറ്റൻ മൈതാനം മത്സരാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കാണികൾ ആർപ്പ് വിളിക്കുന്നു. കാണികൾക്കിരിക്കാൻ ചുറ്റും തട്ടുതട്ടുകളായി ഉയർത്തിക്കെട്ടിയ ഇരിപ്പിടങ്ങൾ. മഹാരാജാവിനും രാജ്ഞിക്കും പട്ടുമേലാപ്പിന് താഴെ സിംഹാസനങ്ങൾ. മറ്റു വിശിഷ്ടർക്ക് നിരന്ന് സിംഹാസനങ്ങളും ഇരിപ്പിടങ്ങളും. വെയിലേൽക്കാതിരിക്കാൻ മേലാപ്പുകൾ. ആയിരക്കണക്കിന് ജനങ്ങൾ കാണികളായി തിങ്ങിക്കൂടി ആർപ്പ് വിളിക്കുന്നു. വലതുവശത്തുള്ള ഇരിപ്പിടങ്ങളുടെ നിരയിലേക്ക് ദ്രോണർ കയറി വന്നു. സഭയിലെ അംഗങ്ങൾ എണീറ്റു നിന്ന് ദ്രോണരെ വണങ്ങി. ദ്രോണർ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് നടന്നതും കുന്തി അദ്ദേഹത്തെ വണങ്ങി. ദ്രോണർ, ദേവി, ഇന്ന് അവിടുത്തെ പുത്രന്മാർ എല്ലാവരുടെയും യശസ് ഉയർത്തിയിരിക്കുകയാണ്. അവരുടെ ആചാര്യസ്ഥാനം വഹിക്കാനായത് എൻ്റെ മഹാഭാഗ്യം. അപ്പോൾ കുന്തി, ആചാര്യ, ഈ സാധു വിധവയുടെ കടപ്പാട് വാക്കുകളിൽ ഒതുക്കാനാവില്ല. ഇന്ന് എൻ്റെയും അങ്ങയുടെയും നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ദ്രോണർ, ദേവി, അതിലൊട്ടും സംശയം വേണ്ട. അവിടുത്തെ പുത്രന്മാരെ എനിക്ക് നന്നായി അറിയാം. ഖഡ്ഗപ്രയോഗത്തിൽ നകുല സഹദേവന്മാരെ എതിരിടാൻ ഈ ലോകത്താരുമില്ല. അത് പറയുമ്പോൾ 2 യോദ്ധാക്കളുടെ ദൃശ്യം കാണിക്കുന്നു. ഇപ്പോൾ മത്സരത്തിൽ നടക്കുന്ന ദൃശ്യങ്ങളല്ലേവ. അതായത് ഇപ്പോൾ അവിടെ നടക്കുന്ന ദൃശ്യങ്ങളല്ല. പെരുമഴയത്ത് ആ യോദ്ധാക്കൾ വാൾ വീശി മഴത്തുള്ളികളെ തടയുകയാണ്. ഒരു തുള്ളി പോലും ദേഹത്ത് വീഴുന്നില്ല. ദ്രോണർ, കായബലവും ആയോധന സാമർഥ്യവുമുള്ള ഭീമനെ കണ്ടാൽ ഏതൊരു എതിരാളിയും ഭയന്നോടും. അത് പറയുമ്പോൾ കരുത്തുറ്റ ശരീരമുള്ള ഒരു യോദ്ധാവിൻ്റെ ദൃശ്യം കാണിക്കുന്നു. അയാൾ 4 ആനയുടെ വലിപ്പമുള്ള വലിയൊരു ആനയെ ഒറ്റയ്ക്ക് ചുമരിൽ താങ്ങി മുകളിലേക്ക് ഉയർത്തി നിർത്തി. ദ്രോണർ, കുന്തപ്പോരിൽ യുധിഷ്ഠിരനോട് എതിർത്താൽ എതിരാളിയുടെ മരണം സുനിശ്ചയം. അത് പറയുമ്പോൾ കുന്തം പിടിച്ചു നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ദൃശ്യം കാണിക്കുന്നു. മുകളിൽ വലിയൊരു കാട് നിന്ന് കത്തുകയാണ്. ആ യോദ്ധാവ് കുന്തം കറക്കി കാടിന് നടുവിലേക്ക് എറിഞ്ഞു. ഉയർന്നു പൊങ്ങിയ കുന്തം താഴെ കാട്ടുതീയുടെ മധ്യത്തിൽ വന്ന് തറയ്ക്കുമ്പോൾ ഒരു വിളക്കിലെ തീ അണയുന്ന ലാഘവത്തോടെ ആ ബലത്തിൽ നിന്നുമുണ്ടായ കാറ്റിൽ കാട്ടുതീ അണയുന്നു. കുന്തിയുടെ മുഖം തെളിഞ്ഞു. ദ്രോണർ,
ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വില്ലാളി വീരൻ അർജുനനെ പറ്റി ഇനി ഞാനായിട്ടൊന്നും പറയേണ്ടതില്ല. അപ്പോൾ മുൻപ് കുതിരപ്പുറത്തിരുന്ന് അമ്പില്ലാതെ വില്ലിൻ്റെ ചരട് വലിച്ചുവിട്ട യോദ്ധാവിൻ്റെ ദൃശ്യം കാണിക്കുന്നു. യോദ്ധാവ് വീണ്ടും അമ്പില്ലാതെ തന്നെ വില്ല് കുലയ്ക്കുമ്പോൾ താനേ ഒരമ്പ് രൂപം കൊള്ളുന്നു. അത് വലിച്ചു മുകളിലേക്ക് അയ്യുന്നു. മുകളിൽ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി അന്തരീക്ഷം ഇരുണ്ടു നിൽക്കുകയാണ്. ആ അമ്പ് മിന്നൽ വേഗത്തിൽ മുകളിലേക്ക് കുതിച്ച് ആകാശത്ത് തട്ടുമ്പോൾ കാർമേഘം വകഞ്ഞു മാറി സൂര്യൻ്റെ വെളിച്ചം വീണ്ടും പരക്കുന്നു. ദ്രോണർ: അവിടുന്ന് ഭാഗ്യവതിയാണ് ദേവി. 5 സത്പുത്രന്മാരുടെയും മാതാവായ അങ്ങ് ധന്യ തന്നെ. എല്ലാം ഇന്ന് അവിടത്തേക്ക് മനസ്സിലാകും. അത് കേട്ട് കുന്തി അദ്ദേഹത്തെ തൊഴുന്നു. അദ്ദേഹം അവിടെ നിന്നും സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോയപ്പോൾ കുന്തി മനസ്സിലെന്തോ ആലോചിച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കുന്നു. മുകളിൽ സൂര്യൻ എല്ലാം കണ്ടുകൊണ്ട് കത്തിജ്വലിക്കുകയാണ്. ഹസ്തിനപുരം, അതിൻ്റെ തുടർച്ചയാണ് കാണിക്കുന്നത്. മറ്റൊരു ഷോട്ടാണ്, അതായത് ഈ മത്സരം നടക്കുന്ന മൈതാനത്തിനുള്ളിലല്ല, ഇതിൻ്റെ പുറത്ത്, അതിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ടാണ്. പുറത്ത് കവാടത്തിന് വെളിയിൽ അകത്തേക്ക് കയറാനായി അതിലും വലിയ ജനക്കൂട്ടം നിരന്നു നിൽക്കുന്നുണ്ട്. നിരന്നു നിൽക്കുന്ന കീഴാളന്മാർക്കും ഭിക്ഷക്കാർക്കും കച്ചവടക്കാർക്കുമിടയിൽ ഒരുത്തൻ വേഷം മാറി തലകുമ്പിട്ട് നിൽക്കുന്നു. കർണൻ. മുന്നിൽ കവാടത്തിനുള്ളിൽ നിന്നും ജനസാഗരങ്ങളുടെ ആർപ്പുവിളി അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കാം. തനിക്ക് മുന്നിലുള്ള ഒരുവൻ്റെ ദേഹം ഒരു പടയാളി പരിശോധിച്ച ശേഷം ശ്രദ്ധ തെറ്റിയതും കർണൻ അയാൾ കാണാതെ മൈതാനത്തിലെ കാണികൾക്കിടയിലേക്ക് കയറി. അതായത് കർണൻ ആ മൈതാനത്തിലേക്ക് കയറി, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഷോട്ട് വരികയാണ്. മറ്റേ കാടിലെ ആ കുതിരയുടെ ജഡം സംസ്കരിച്ച അതേ സീൻ, അതിൻ്റെ തുടർച്ച. ചിത ഏറെക്കുറെ കത്തിത്തീർന്നിരുന്നു. കർണൻ അവിടെയില്ല. മാത്രമല്ല, കുതിരയുടെ ചിത കൂടാതെ വേറെ 8 ചിത കൂടി കത്തിത്തീർന്നിരിക്കുന്നു. 8ൻ്റെയും തലഭാഗത്ത് അവരവരുടെ വാളുകൾ കുത്തി നിർത്തിയിരിക്കുന്നു. കർണൻ തൻ്റെ കുതിരയ്ക്കെന്ന പോലെ തന്നെ ആക്രമിച്ച 8 ശത്രുക്കളെയും മാന്യമായി സംസ്കരിച്ചിരിക്കുകയാണ്. ആ സീൻ കാണിച്ചു കഴിയുമ്പോൾ തന്നെ ഫെയ്ഡ് ടു ബ്ലാക്ക് ആവുന്നു. സ്ക്രിപ്റ്റ് അവസാനിക്കുന്നു. സിനിമ എൻഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഈ തിരക്കഥ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയുക. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു തിരക്കഥയുമായി വീണ്ടും വരാം.